വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ റിയലൈസേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ് യൂസിങ് മൾട്ടിപ്ലെക്സേഴ്സ് എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലെക്സേഴ്സ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി സി ഈക്വൽ ടു സിഗ്മ എം ഓഫ് 0 to 7 ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് മൾട്ടിപ്ലെക്സർ ഐ സി യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ 3 വേരിയബിൾസാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഫംഗ്ഷനകത്ത് എ ബി സി എന്നുള്ള 3 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 0യെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എ ബാർ ബി ബാർ സി ബാർ എന്ന് എഴുതാം. അതാണ് 0 റെപ്രസെൻറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ 2വിനെ ആണെങ്കിൽ നമുക്ക് എ ബാർ ബി സി ബാർ എന്നും 7നെ എ ബി സി എന്നും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ 3 വേരിയബിൾസാണ് യൂസ് ചെയ്യുന്നത്. സോ 3 വേരിയബിൾസ് യൂസ് ചെയ്താൽ ഇത് ഏത് മൾട്ടിപ്ലെക്സർ ഐ സി വെച്ചിട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. നമുക്കുള്ള സെലക്ട് ലൈൻസ് ആയിട്ട് ഈ 3 വേരിയബിൾസിനെ എടുക്കാം. അതായത് S2, S1, S0 എന്ന് പറഞ്ഞാൽ എ ബി സി എന്നുള്ള ഒരു ഓർഡറിൽ നമുക്ക് എടുക്കാം. സോ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ലൈൻസിനെ ചൂസ് ചെയ്യുന്നു. സെലക്ട് ലൈൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ലൈൻസ് വെച്ചിട്ട് ഇത് ഏത് മൾട്ടിപ്ലെക്സർ ഐ സി ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാൻ പറ്റും. നമുക്ക് 2⁻³ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 8 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 8/1 മക്സ് ആണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്. സെലക്ട് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഏത് ഐ സി ആണ്, എത്ര ഇൻപുട്ടുള്ള ഒരു മൾട്ടിപ്ലെക്സർ ഐ സി എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ D0 to D7 വരെയുള്ള 8 ഇൻപുട്ടാണ് ഈ ഒരു ഐ സിക്ക് ഉണ്ടായിരിക്കുക. ഒറ്റ ഔട്ട്പുട്ടുമായിരിക്കും നമുക്കുള്ളത്. അതുപോലെ തന്നെ 3 സെലക്ട് ലൈൻസുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 8:1 മക്സ് ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് 0യിലും 2വിലും 7ലുമാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട പിൻസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്, D0, D2 പിന്നെ D7. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഈ 3 കണ്ടീഷനിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട പിൻസിനെ എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്തിട്ട് നമുക്കതിനെ VCCയിലേക്ക് കണക്ട് ചെയ്യാം. മീൻസ് ലോജിക് 1ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ലോജിക് 1 കൊടുക്കുമ്പം നമുക്ക് എന്താണ്, ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കേണ്ട പിന്നുകളുണ്ടല്ലോ, ആ പിന്നുകളെ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോജിക് 0യിലേക്ക് കണക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട പിൻസുകളെ നമ്മൾ ഷോർട്ട് ചെയ്ത് ലോജിക് 1ലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നമ്മൾ എങ്ങനെ എഴുതുന്നു, 3 വേരിയബിൾസ് എ ബി സി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഫ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് 00 മുതൽ 001 അങ്ങനെ 111 വരെ എഴുതാൻ പറ്റും. ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനുസരിച്ചിട്ട് എവിടെയാണോ ഔട്ട്പുട്ട് ഹൈ ആവേണ്ടത്, നമുക്ക് 0യിലും 2വിലും 7ലുമാണ് ഔട്ട്പുട്ട് ഹൈ ആകേണ്ടത്. ആ പോർഷൻസ് 1 മാർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, 0 മാർക്ക് ചെയ്യുന്നു. ഇനി 74151ൻ്റെ ഒരു ഐ സിയുടെ പിൻ ഔട്ട് ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. 16 പിന്നുള്ള ഒരു ഐ സി ആണ്. അതിൻ്റെ VCC 16ാമത്തെ പിന്നിലും ഗ്രൗണ്ട് 8ാമത്തെ പിന്നിലുമാണ്. അതുപോലെ സെലക്ട് ലൈൻസ്, ഇൻപുട്സ്, ഇതൊക്കെ ഏത് പിന്നാണെന്ന് ആ പിൻ ഔട്ട് ഡയഗ്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡയഗ്രത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. S2, S1, S0 3 സെലക്ട് ലൈൻസ് ഉണ്ട്. അതുപോലെ D0 to D7 വരെയുള്ള 8 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. ഗ്രൗണ്ട് ലൈനുണ്ട്, സ്ട്രോബ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ടുണ്ട്. ഇനി എന്താണ് ഈ സ്ട്രോബ് പിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. സ്ട്രോബ് എന്ന് പറഞ്ഞാൽ ഒരു എനേബിൾ ഇൻപുട്ടാണ്. അതായത് ഒരു മൾട്ടിപ്ലെക്സർ ഐ സിയുടെ എനേബിൾ ഇൻപുട്ടാണ് സ്ട്രോബ് എന്ന് പറയുന്നത്. ഈ ഐ സിയുടെ എനേബിൾ ഇൻപുട്ട്, ദാറ്റ് മീൻസ് സ്ട്രോബ് ലോജിക്കൽ 0യിലായിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഐ സി ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തുള്ളൂ. സോ സ്ട്രോബ് എന്നുള്ള പിന്നെ നമ്മൾ എപ്പോഴും 0യിലിട്ടാൽ മാത്രമായിരിക്കും ഈ 74151 ഐ സി എനേബിൾ ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ്, S2,
S1 S0യുടെ ഇൻപുട്ട് പിന്നുകൾ മീൻസ് അതിൻ്റെ പിന്നുകൾ നമ്മൾ ആ പിൻ ഔട്ട് ഡയഗ്രം നോക്കി മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 9 10 11 അങ്ങനെ ആ ഒരു ഓർഡറിലാണ് S2 S1 S0 കിട്ടിയിരിക്കുന്നത്. സോ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിഗറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി D0യുടെ പിന്നെന്ന് പറഞ്ഞാൽ എത്രയാണ്? D0 മീൻസ് 16th പിന്നെ VCC ആണ്, അതുപോലെ 8th പിന്നെ ഗ്രൗണ്ടാണ്. D0 എന്ന് പറഞ്ഞാൽ 4th പിന്നാണ്. സോ D0 4 ആയിരിക്കും, D1 3 ആയിരിക്കും, D2 2 ആയിരിക്കും, D3 1 ആണ്, അതുപോലെ D4 15, D5 14, D6 13 ആൻഡ് ലാസ്റ്റ് വൺ D7 12th പിന്നുമാണ്. അപ്പോൾ അത് ആ ഒരു പിൻ ഔട്ട് ഡയഗ്രത്തിനകത്തുണ്ട്. അത് നോക്കിയിട്ട് D0 to D15 വരെയുള്ള ഇൻപുട്ടിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പർ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്ട്രോബിൻ്റെ പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, എനേബിൾ ബാർ, അതായത് ലോജിക്കൽ 0യിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഈ ബാർ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ആ സ്ട്രോബ് പിന്ന് എത്രാമത്തെ പിന്നാണ്? 7ാമത്തെ പിന്നാണ്. സോ ഈ ഗ്രൗണ്ടും സ്ട്രോബും കൂടി ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് കണക്ഷനിലേക്ക് കൊടുക്കണം. കാരണം ലോജിക്കൽ 0യിലായിരുന്നാലാണ് ഈ IC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടാത്ത പിൻസുകളെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്കും നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തുള്ള ഇൻപുട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോജിക്കൽ 1ലേക്ക് കണക്ട് ചെയ്യുന്നു. ഒരു ഔട്ട്പുട്ടുണ്ട്, 3 സെലക്ട് ലൈൻസ് ഉണ്ട്, 7 ഇൻപുട്ടാണ് ഉള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ബ്രെഡ് ബോർഡിൽ 74151ൻ്റെ ഒരു IC മൾട്ടിപ്ലെക്സർ IC 8:1 മക്സിൻ്റെ 8x1 മക്സിൻ്റെ IC യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്? 4 D0 D2 D7 ഇത്രയും പോയിൻറ്റ്സുകൾ നമുക്ക് ഷോർട്ട് ചെയ്ത് വയ്ക്കാം. ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് VCC ലോജിക് 0യിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എങ്ങനെയാണ് പിൻസുകൾ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പിൻസുകളെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4th പിന്നും 16th പിന്നും ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, VCC കണക്ട് ചെയ്യേണ്ട പിൻസുകളെല്ലാം ഷോർട്ട് ചെയ്തിട്ട് അതിപ്പോൾ 16ാമത്തെ പിന്നിൽ കൊടുക്കുകയാണെങ്കിൽ VCC കിട്ടിക്കോളും. അതുപോലെ ഗ്രൗണ്ടിൻ്റെ പിന്നുകളും ഷോർട്ട് ചെയ്തിട്ട് 8th പിന്നിൽ കൊടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് കണക്ഷനും കിട്ടും. നമ്മളിങ്ങനെ നോക്കി നോക്കി എന്ത് ചെയ്യുക, ICയുടെ പിന്നുകൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് ഇൻ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്കുള്ള പല വീഡിയോസിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഏതൊക്കെ പിന്നുകളാണോ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് അത് ഷോർട്ട് ചെയ്യുക, അതൊരു പോയിന്റിലേക്ക് വയ്ക്കുക, അവിടെ VCC കൊടുക്കുക, ബാക്കി പിന്നുകളെ അതുപോലെ ഗ്രൗണ്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ഓരോരോ പിന്നുകളായിട്ട് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇതാണെങ്കിൽ സ്ട്രോബ് ഗ്രൗണ്ട് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അതുപോലെ VCCയിലേക്ക് പോകുന്ന കണക്ഷൻസ് നോക്കുക, അത് നമ്മൾ ചെയ്യുക. ഇപ്പം ഞാൻ ആദ്യം ഗ്രൗണ്ട് കണക്ഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ VCCയിലേക്കുള്ള കണക്ഷൻ ഏതാണ്, 16ൽ നിന്ന് 4ലേക്ക് ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ ഏത് പിന്നാണ്? D0 പിന്ന്. അതൊക്കെ ലോജിക് 1ൽ കൊടുക്കേണ്ടതാണ്. 4ഉം 2ഉം കൂടി നമ്മൾ പിന്നെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, 4ഉം 2ഉം കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കണക്ഷൻ ഞാൻ പറയുന്ന സമയത്ത് എന്തെങ്കിലും പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് കണക്ട് ചെയ്യാൻ അറിയാമല്ലോ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ, ആ ഒരു സെൻസിൽ നമ്മൾ ഫിഗർ നോക്കിയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പിൻസുകൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറയുമ്പോഴേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. ചില വീഡിയോസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളത് ആ ഒരു രീതിയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് ചെയ്യുക.
അപ്പോൾ എല്ലാ കണക്ഷനും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ബ്രെഡ് ബോർഡ് നമുക്ക് ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കുള്ള ഇൻപുട്സുകളും സെലക്ട് ലൈൻസ് ആണല്ലോ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത്. സെലക്ട് ലൈൻസ് 3 കണക്ട് ചെയ്യണം, ഒരു ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം, അതുപോലെ VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ട്രെയിനർ കിറ്റിൽ 3 ഇൻപുട്ടുകളാണ് എടുത്തിരിക്കുക. ഏതൊക്കെയാണ്? S2, S1, S0. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. S2, S1, S0 എന്നുള്ള ഓർഡറിൽ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് നമ്മൾ ഒറ്റ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെലക്ട് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും S2, S1, S0 മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. സോ അതിൻ്റേതായ ഓർഡറിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യുക. VCC നമുക്കറിയാം എത്രാമത്തെ പിന്നാണ്, 16ാമത്തെ പിന്നാണ് VCC. അതുകൊണ്ട് 16ാമത്തെ പോയിന്റിൽ VCC കൊടുക്കുക. ഗ്രൗണ്ട് 8th പിന്നാണ്, സോ 8th പിന്നിൽ ഗ്രൗണ്ട് കണക്ഷനും കൊടുക്കുക. +5 വോൾട്ടാണ് ഒരു IC, +5 DC വോൾട്ടാണ് ഒരു IC വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൊടുക്കുക. ഇനി നമുക്ക് ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് എവിടേക്കാണ് കൊടുക്കേണ്ടത്? S2 എന്നുള്ള പിൻ എവിടെയാണ് കൊടുക്കേണ്ടത്? S2ൻ്റെ പിന്നൗട്ട് ഡയഗ്രം നോക്കി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. S2 എന്ന് പറഞ്ഞാൽ 9th പിന്നിലാണ്. സോ S2 നമ്മൾ 9th പിന്നിലും, S1 10th പിന്നിലും, ആൻഡ് ലാസ്റ്റ് വൺ 11th പിന്നിലുമായിട്ടായിരിക്കണം കണക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓർഡറിൽ തന്നെ S2, S1, S0 ഓർഡർ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. S2 9th പിന്നിലും, ഓക്കെ, S2 9th പിന്നിലും, S1 എവിടെയാണ്? S1 10th പിന്നിലും, 10ാമത്തെ പിന്നിലായി S1 വരേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ കൊടുക്കേണ്ടത് 11th പിന്നിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 11th പിന്നിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു കണക്ഷൻ നമ്മൾ പിൻ നമ്പർ മാറ്റി കണക്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. D7 എന്ന് പറഞ്ഞാൽ 12ാമത്തെ പിന്നാണ്. ഞാനത് 11 എന്നായിരുന്നു മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. സോ 12ാമത്തെ പിന്നിലാണ്. അപ്പോൾ ആ 12ാമത്തെ പിന്നിലേക്ക് ആദ്യം കണക്ഷൻ എടുത്തൊന്ന് മാറ്റി കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ പിന്നിൽ നമുക്ക് S0 എന്ന് പറയുന്ന സെലക്ട് ലൈന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ നമ്മൾ എഴുതിയ സമയത്ത് പറ്റിയതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ 3 സെലക്ട് ലൈൻസും അതിൻ്റേതായ ഓർഡറിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണുള്ളത്? ഔട്ട്പുട്ടാണുള്ളത്. ഔട്ട്പുട്ട് എത്രാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്? 5ാമത്തെ പിന്നിലാണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് 5ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യണം. അപ്പോൾ VCC സെലക്ട് ലൈൻസ് ആയിട്ടുള്ള ഇൻപുട്ടുകളും അതുപോലെ ഔട്ട്പുട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ട്രൂത്ത് ടേബിൾ നമുക്കുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ആദ്യം എവിടെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്? 0ൽ കിട്ടണം, 2ൽ കിട്ടണം, 7ൽ കിട്ടണം. അപ്പം നമുക്ക് ഫസ്റ്റ് 3 ഇൻപുട്ടും 0 0 ആക്കി വെച്ച് നോക്കിയാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് 0 0 0 കണ്ടീഷനിൽ കിട്ടണ്ടേ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 0 0 1ൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണോ? വേണ്ട, കാരണം ആ ഫംഗ്ഷനിൽ ആ 1 ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. ഇനി ഏതിലാണ് വരേണ്ടത്? 0 1 0ൽ, അതായത് 2ൽ നമുക്ക് ഔട്ട്പുട്ട് വരണമായിരുന്നു, 3ൽ വരണ്ട. ഇനി അടുത്ത എന്താണ്? 1 0 0 4ൽ വരണ്ട, 1 0 1 5ൽ ഔട്ട്പുട്ട് വരണ്ട, 1 1 0 6ൽ വരണ്ട. ഇനി നമുക്ക് 1 1 1ൽ അല്ലേ, 1 1 1 ആകുമ്പോൾ 7ലുമാണ് ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ നമുക്ക് 3 കണ്ടീഷനിലാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. 0ലും 2ലും 7ലും മാത്രമാണ് നമ്മുടെ LED ഓൺ ആയിരിക്കുന്നത്. ബാക്കി ഏത് കണ്ടീഷൻ നമ്മൾ കൊടുത്ത് നോക്കിയാലും നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? 0 ആയിരിക്കും വരുന്നത്. ആകെ 0ലും 2ലും 7ലും മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇത്രയും ഈസി ആയിട്ടാണ് നമുക്കൊരു മൾട്ടിപ്ലെക്സറിൻ്റെ ഒരു ഫങ്ഷൻ, ബൂളിയൻ ഫങ്ഷൻ
നമുക്കൊരു മൾട്ടിപ്ലക്സർ IC യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസിനനുസരിച്ചിട്ട് ആ വാല്യൂയിലുള്ള എന്താണ് ഇൻപുട്സുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലോജിക് 1ലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ മാറ്റി തന്നിട്ട് അതിനകത്ത് വേറൊരു വാല്യൂസാണ് തരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇൻപുട്ട് പിന്നുകളെ സെലക്ട് ചെയ്തിട്ട് ഷോർട്ട് ചെയ്ത് VCCയിൽ കൊടുക്കുക. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട പിന്നുകളെയാണ് ഷോർട്ട് ചെയ്ത് VCC കൊടുക്കേണ്ടത്. അല്ലാത്ത പിന്നുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നു. സ്ട്രോബ് പിന്നെ എപ്പോഴും ലോജിക് 0യിൽ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും ഈ IC വർക്ക് ചെയ്യുന്നത്. സെലക്ട് ലൈൻസും നിങ്ങൾ അതിൻ്റെ ഓർഡറിൽ തന്നെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇത് 8:1 മക്സിൻ്റെ IC ആണ്. ഇതുപോലെ 16:1 മക്സിൻ്റെ IC ഉണ്ട്. 74154 ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് 4 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് 4 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു 16:1 മക്സിൻ്റെ IC നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഏറ്റവും എളുപ്പം സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പറഞ്ഞത്. 4 സെലക്ട് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഇൻപുട്ടായിരിക്കും ഉണ്ടാവുക, D0 2⁴ എന്ന് പറഞ്ഞാൽ 16, അതായത് D0 to D15 വരെയുള്ള 16 ഇൻപുട്ടായിരിക്കും നമുക്കുണ്ടാവുക. അതുപോലെ നമുക്ക് ഒറ്റ ഔട്ട്പുട്ടുമായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ പിന്നിലാണോ ഔട്ട് വരേണ്ടത് ആ ഔട്ട് വരേണ്ട പിന്നുകളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ടിൽ കൊടുക്കുക. ബാക്കി പിന്നുകളെ ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 വേരിയബിൾ വരുമ്പോൾ 16:1 മക്സ് അല്ലാതെ നമുക്ക് 8:1 മക്സ് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്കുള്ള ഇൻപുട്സുകൾ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട ഇൻപുട്സുകൾ ഷോർട്ട് ചെയ്ത് VCCയിൽ കൊടുക്കുക. ബാക്കി പിന്നുകളെ ഗ്രൗണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റെഡ്യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഇത് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ്.